അനാട്ടമി ഓഫ് ഹെയ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വായിച്ചിരിക്കാൻ പറ്റൂല, അത്രയും ഭയാനകമായിട്ടുള്ള. അതിലൊരു സംഭവം ഇങ്ങനെയാണ് പറയുന്നത്. 2002 ഗുജറാത്തിൽ വംശഹത്യാ കാലത്ത് ഒരു മുസ്ലിം വീടിന് തീ കൊടുത്തു. അങ്ങനെ ആ മുസ്ലിം വീട് അതിലുള്ള ആളുകളടക്കം കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ഒരു 2 വയസ്സുള്ള കുഞ്ഞ് അത്യത്ഭുതകരമായി രക്ഷപ്പെട്ടു. അങ്ങനെ ആ കുഞ്ഞ് വീട്ടിൻ്റെ പുറത്തേക്ക് വരികയാണ് ഇഴഞ്ഞിഴഞ്ഞ്. അപ്പം അതുവഴി പോകുന്ന നല്ലവനായൊരു ഹൈന്ദവ സുഹൃത്ത് ആ കുഞ്ഞിനെ വാരിയെടുത്തു. ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിൽ ആ ഹൈന്ദവനായ സഹോദരൻ ആ കുഞ്ഞിനെയും എടുത്ത്. അങ്ങനെയുള്ള ധാരാളം കാഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണാറുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യത്ത് എല്ലാം ആകെ കൂടി ഇടങ്ങറായിട്ടൊന്നുമില്ല. നന്മയുടെ എത്രയോ പ്രകാശ ഗോപുരങ്ങൾ ഈ രാജ്യത്തുണ്ട്. അതാണ് ഇതിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരവും. അപ്പോൾ ഈ ഒരു മുസ്ലിം കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ സന്തോഷത്തിൽ ഇയാളിങ്ങനെ പോകുമ്പോൾ അക്രമകാരികളായ കലാപകാരികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഇയാളോട് ചോദിച്ചു, ഇതാരാണ്? ഇയാളുടെ ചുമലിൽ കുഞ്ഞ് കിടക്കുകയാണ്. ഇതെൻ്റെ കുഞ്ഞാണ്. നിൻ്റെ കുഞ്ഞ് തന്നെയാണോ? അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. എങ്കിൽ പൊയ്ക്കോന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ ഈ കുഞ്ഞ് ചുമലിൽ കിടന്ന് അബ്ബ അബ്ബ എന്ന് കരയുകയാണ്. അപ്പോൾ അബ്ബ എന്ന് അവിടെയുള്ള മുസ്ലിം കുട്ടികൾ മാത്രമാണ് പിതാക്കന്മാരെ വിളിക്കുക. ഈ കലാപകാരികൾ, വർഗീയവാദികൾ ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ഈ പിഞ്ചു കുഞ്ഞിനെ വലിച്ചെടുക്കുകയും ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് എറിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതൊന്നോ രണ്ടോ സംഭവങ്ങളല്ല, എത്രയോ സംഭവങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിലൊക്കെയുള്ള ഒരു കാപട്യം നമ്മൾ തിരിച്ചറിയണം. പെഹൽഗാം ഇഷ്യൂവിനെയും ഏത് കാര്യത്തെയാണെങ്കിലും ഡിവിഷൻ ഉണ്ടാക്കാൻ, പോളറൈസേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എങ്കിൽ അതിനെ കരുതലോടെ ഇരിക്കാൻ നമുക്ക് കഴിയണം. കാരണം അത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ തകർക്കും, ഈ രാജ്യത്തിൻ്റെ സ്വാസ്ഥ്യത്തെ തകർക്കും എന്നതാണ്. എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളെയും എല്ലാവിധ ഭീകരവാദ പ്രവർത്തനങ്ങളെയും നമ്മൾ തള്ളിക്കളയണം. കാരണം മനുഷ്യജീവൻ ഏറ്റവും വിലയുള്ളതാണ്. മനുഷ്യൻ ഏറ്റവും അന്തസ്സുള്ളവരാണ്. അതേത് കുടിലിലും കൊട്ടാരത്തിലുള്ളവനാണെങ്കിലും മനുഷ്യൻ അന്തസ്സുണ്ട് എന്നത്.